ഇല്ലടികളെ നമ്മുടെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെ സ്വന്തം ഒരു താരമായി നിറഞ്ഞു നിന്ന നമ്മുടെ സ്വന്തം തൊപ്പി നിഹാദ് അറിയില്ല പുള്ളിക്കാരൻ ഒളിവിലാണെന്ന് പറഞ്ഞപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ മയക്കുമരുന്ന് കേസിൽ എന്തെങ്കിലും ഒളിവിലാണെന്ന് പറഞ്ഞിട്ട് ആളുടെ അന്നൊരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തു. എന്താ വെച്ചാൽ അന്ന് ലാസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ തൊപ്പി ഭയങ്കര മാനസികമായ പ്രശ്നത്തിലാണ്, എൻ്റെ ഫാമിലി എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, സോ ഞാൻ ഈ തൊപ്പി എന്ന ക്യാരക്ടർ ഒഴിവാക്കാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ സമയത്ത്, ആളുടെ ബർത്ത്ഡേ സമയത്ത് ലാസ്റ്റ് ആളൊരു വീഡിയോ ഇട്ടിട്ടുള്ള. അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നില്ല. ഞാൻ യൂട്യൂബിൽ കൂടെ പെട്ടെന്ന് ഞെട്ടി. ആള് ഒളിവിലാണ്, മറ്റേ ലഹരി മരുന്ന് കടത്തിയാനൊക്കെ അല്ലെങ്കിൽ ഒളിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടില്ല. ഞാൻ ഫേക്കാണെന്ന് വിചാരിച്ചു, ബട്ട് എല്ലാ ന്യൂസ് ചാനലും ഉണ്ട്. അപ്പോൾ ഞാൻ അത് ന്യൂസ് പ്ലേ ചെയ്യാൻ ഞാൻ ബാക്കി പറയാം. രാസലഹരി കേസിൽ പ്രതി ചേർക്കപ്പെട്ട യൂട്യൂബർ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദും 3 സുഹൃത്തുക്കളും ഒളിവിലാണ്. അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നിഹാദിന്റെ പാലാരിവട്ടത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് ലഹരി പിടികൂടിയത്. നിഹാദിന്റെ 3 സുഹൃത്തുക്കളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇവർ സുഹൃത്തുക്കളായ 3 യുവതികളും നിഹാദും ഇപ്പോൾ ഒളിവിലെന്നാണ് വിവരം ലഭിക്കുന്നത്. അമൽ സുരേന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഏത് കോടതിയിലാണിപ്പോൾ ഈ രാസലഹരി കേസിലൊക്കെ അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് സാധ്യതയുണ്ടോ? ഏത് കോടതിയാണ് ഇയാൾ സമീപിച്ചിരിക്കുന്നത്? ഗോകുൽ, കേരളത്തിൽ ഒന്നാകെ വളരെ ചലനങ്ങൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ആകെ താരമായി നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് തൊപ്പി എന്ന് പറയുന്നത്. തൊപ്പിയുടെ ചുറ്റിപ്പറ്റി വിവാദങ്ങളും ഒട്ടും കുറവല്ലായിരുന്നു. തൊപ്പിയെയും തൊപ്പിയുടെ സുഹൃത്തുക്കളും നിരവധിയായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് തൊപ്പിയുടെ പാലാരിവട്ടത്തുള്ള വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ളാറ്റിൽ നിന്ന് രാസലഹരി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലാരിവട്ടം പോലീസാണ് ഈ ലഹരി കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ തൊപ്പിക്കും തൊപ്പിയുടെ 3 വനിതാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും തൊപ്പിയെയും തൊപ്പിയുടെ 3 വനിതാ സുഹൃത്തുക്കളെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ഫ്ളാറ്റിലുണ്ടായിരുന്ന തൊപ്പിയുടെ 3 സുഹൃത്തുക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തൊപ്പി ഒളിവിൽ പോയതിന് പിന്നാലെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പൊ അതാണ് ഈ ന്യൂസ് കണ്ടില്ല. എന്ന് വെച്ചാൽ തൊപ്പി ഒളിവിലാണ്, പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കൂടെ സുഹൃത്തുക്കളുണ്ടാവും, 3 വനിതാ സുഹൃത്തുക്കളുണ്ടെന്ന് പറയുന്നത്. എന്തോ തൊപ്പി ഇത് നമ്മൾ അന്നൊരു ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞു ഇല്ലാട്ടല്ല, ആ ഒരു ക്യാരക്ടർ എൻഡ് ചെയ്യാണ്. എന്താ വെച്ചാൽ ആളുടെ ബർത്ത്ഡേ ആ ഒരു ക്യാരക്ടർ എൻഡ് ചെയ്തു. തൊപ്പി എന്ന ക്യാരക്ടർ ഇനി ഇല്ല, ഇനി നിഹാദ് എന്നൊരു പുതിയ ക്യാരക്ടർ വരണമെന്ന് പറഞ്ഞു. എത്രയൊക്കെ പൈസ ഉണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പദവി പൈസ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം കുടുംബം നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തൊന്നും ജീവിതം എന്ന് പറഞ്ഞ് തൊപ്പി പറഞ്ഞതുകൊണ്ടാണ് ആ ക്യാരക്ടർ ഒന്ന് അവസാനിപ്പിച്ചത്. ഞാനിത് ഇവിടെ വന്ന് ഇങ്ങനെ എന്താണ് ഇവിടെ വന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചില്ല. ഇടയ്ക്കില്ലാതെ ഇങ്ങനത്തെ ഒരു കേസ് ഏതോന്ന് അറിയില്ല, സത്യം പുറത്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ നമുക്കിനിപ്പോൾ തൊപ്പിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയാലും അതിന് തൊപ്പി ഒരു വീഡിയോ ആയിട്ട് വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇല്ലാതെ ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടു, ന്യൂസിൻ്റെ ഇതിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, മനസ്സിലല്ലേ? തൊപ്പിയുടെ ഭാഗം എന്താണെന്ന് നമുക്ക് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അറസ്റ്റ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അന്നൊരു ക്യാരക്ടർ തൊപ്പി എന്ന ക്യാരക്ടർ പോയി, ഇപ്പം നിഹാദ് എന്ന ക്യാരക്ടർ എങ്ങനെയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. നോക്കാം നമുക്ക് എന്തായാലും തൊപ്പിയുടെ ഒരു റിയാക്ഷൻ, തൊപ്പിയുടെ ഒരു റെസ്പോൺസ് വരട്ടെ എന്ന് നമുക്ക് പറയാം.